ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഫുഡി ഹാൻഡിലെ അടുത്ത വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്തു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മത്തി തോരനാണ്. മത്തി തോരൻ നമ്മുടെ നാട്ടിൽ പറയും, ചിലർ പറയും മത്തിപ്പീര പറ്റിച്ചതെന്ന് പറയും. ഞങ്ങൾക്ക് ഇവിടെ കുറേ മത്തികൾ കിട്ടിയിട്ടുണ്ട്. എനിക്കിന്ന് ഓഫായതുകൊണ്ട് ഞാൻ ഇന്ന് മത്തി തോരൻ വയ്ക്കാൻ പോയാണ്. അപ്പം ഞാനത് ക്ലീൻ ചെയ്യുവാണ്. നമ്മൾ ഉപ്പിട്ട് കഴുകി വെച്ചേക്കുന്ന മത്തി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. മീൻ തോരൻ, ഈ മത്തി തോരൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ചെറിയ ഉള്ളി ഒരു 10 എണ്ണം, അരമുറി തേങ്ങ, കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ മഞ്ഞൾപ്പൊടി 1 സ്പൂണ്. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ സ്പൂണിൽ ഒരു 1/2 സ്പൂണോളം ഉലുവാപ്പൊടി, പിന്നെ അത് കഴിഞ്ഞിട്ട് 2-3 പീസ് നമ്മുടെ കുടംപുളി. അത് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അത് നല്ലപോലെ ഒലച്ച് കഴിഞ്ഞിട്ട് അത് വൃത്തിയാക്കി എടുക്കണം. ഓക്കെ, അത് ഇത്രയാണ് മീൻ തോരന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. നമുക്കിതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം. ഓക്കെ, ഞാൻ ചതച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇത് കാണിക്കാം. ഇത് ഞാൻ തേങ്ങയും ഉള്ളി അതെല്ലാം കൂടെ ഇട്ട് ചതച്ചതാണേ. അപ്പോൾ നമ്മൾ ഈ ചതയ്ക്കുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. ഉള്ളിയും പച്ചമുളകും എല്ലാം ഏറ്റവും അടിയിലിട്ടിട്ട് തേങ്ങ ഏറ്റവും മേളിലെ നമ്മൾ ഈ മിക്സിയുടെ ജാറിനകത്ത് ഇടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ചതയരുത്. കാരണം പച്ചമുളകൊക്കെ ഒത്തിരി അരഞ്ഞു പോയി കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആവും. ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. ഒരു ഇതേ ചെയ്യാവൂ, ഒരു കറക്കേ ചെയ്യാവൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തേങ്ങ എല്ലാം മേളിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക. എന്നാലും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, ഞാൻ ചാട്ടിക്കകത്ത് ഇതെല്ലാം ചതച്ച് വെച്ചേക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ചതച്ച് വെച്ചേക്കുന്നതും മീനും കൂടി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. നമുക്കതുകൊണ്ട് ആവശ്യമായിട്ടുള്ള ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കണം, ഒത്തിരി വെള്ളം ഒഴിക്കേണ്ട. ഞാൻ പിന്നെ മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും പുളിയും ഉപ്പും എല്ലാം കൂടെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളൊരു ശകലം വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. മീൻ തോരന് ഒത്തിരി നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് കൊള്ളത്തില്ല. അത് കഴിഞ്ഞിട്ട് എല്ലാം കൂടെ നമ്മളിങ്ങനെ ഒന്ന് ഇളക്കണം. നല്ലപോലെ ഇളക്കി ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെന്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്നും കൂടെ നോക്കിയാൽ മതി. മീൻ പൊടിഞ്ഞു പോകരുത്, പെയ്യെ സ്പൂണും കൊണ്ട് ഇളക്കാവും. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കും, ഒരു ശകലം വെള്ളം കൂടെ. ഓക്കെ, പിന്നെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുകയാണ്, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കേട്ടോ. ഒരു 1/2 സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ നമ്മളിതിനകത്ത് ആഡ് ചെയ്യണം. അത് കഴിഞ്ഞ് ഇത് അടച്ച് നമ്മൾ സ്റ്റൗ ഓണാക്കി നമ്മളത് വേവിക്കുകയാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒരു 5-6 മിനിറ്റ് നമുക്കെടുക്കും ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണിക്കാം. ഓക്കെ ഗൈസ്, നമുക്കിത് വെന്തോ ഒന്ന് തുറന്ന് നോക്കാം. വാവ്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഞാൻ വെച്ച് കണ്ട് പറയാമല്ല, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. സൂപ്പറായിട്ടുണ്ട് ഗൈസ്. ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് വെച്ച് നോക്കിക്കോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല എരിയുണ്ട്, നല്ല ഉപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾ മീൻ തോരൻ വെച്ച് കഴിഞ്ഞിട്ട് അഭിപ്രായം പറയണം. സൂപ്പറാണോ? എൻ്റെ സാറ് പറഞ്ഞു സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അഭിപ്രായം പറയണം. അപ്പോൾ എല്ലാവരും വന്നോളി. നമ്മുടെ മീൻ തോരൻ, മത്തിത്തോരൻ റെഡി ആയിട്ടുണ്ട്. ചോറും മത്തിത്തോരനും. നമ്മൾ ഇപ്രാവശ്യം ഒരു വെറൈറ്റി ആയിട്ട്, എന്ന് നമ്മൾ സാധാരണ മോരല്ല വയ്ക്കും, നമ്മൾ ഇപ്രാവശ്യം നമ്മൾ തേങ്ങ അരച്ച മോരുകറി. ഇത് നമ്മുടെ സ്വന്തം സൗദി ഫാമിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന മാങ്ങ ഇട്ട അച്ചാറാണ്. അപ്പം കൂട്ടുകാരെല്ലാവരും വന്നോളി, ചോറ് കഴിക്കാം. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.